വനവിഭവം ശേഖരിക്കാൻ പോയ ഗൃഹനാഥനെ കാട്ടാന ചവിട്ടിക്കൊന്നു. പീച്ചി താമരവെള്ളച്ചാൽ. പരേതനായ ഊരുമൂപ്പന്റെ മകൻ പ്രഭാകരൻ 52 കാട്ടാന ചവിട്ടിക്കൊന്നത്. വനവിഭവങ്ങൾ ശേഖരിക്കാനായി കാട്ടിൽ പോയതായിരുന്നു. മരുമകൻ ലിജോയെ ആദ്യം ആന ആക്രമിച്ചപ്പോൾ ഓടി രക്ഷപ്പെടുന്നതിനിടയിൽ ഭാര്യാപിതാവായ പ്രഭാകരനെ ആന ആക്രമിച്ച് ചവിട്ടിക്കൊല്ലുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന മകൻ പ്രശോഭും ഓടി രക്ഷപ്പെട്ടു. ഭാര്യ ഷീബ, മക്കൾ പ്രഭിത, പ്രതിഭ, പ്രവിത, മരുമകൻ ലിജോ. പ്രഭാകരന്റെ മൃതദേഹം വനപാലകരും ബന്ധുമിത്രാദികളും ചേർന്ന് വനത്തിലൂടെ കിലോമീറ്ററുകൾ ചുമന്ന് മൃതദേഹം ബോട്ട് മാർഗം പീച്ചി ഡാമിലൂടെ കൊണ്ടുവന്നു. പോലീസ് നടപടികൾക്ക് ആശുപത്രിയിലേക്ക് മാറ്റി. ഡെപ്യൂട്ടി കളക്ടർ പ്രഭാകരന്റെ വീട് സന്ദർശിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് പി രവീന്ദ്രൻ, കോൺഗ്രസ് നേതാവും മെമ്പറുമായ ബാബു തോമസ്, ഷാജി കോടൻകണ്ടത്ത്, എൽദോസ് KP, CPIM LC സെക്രട്ടറി സുജിത്ത്, EM വർഗീസ്, ജിതിൻ KT, ആദിവാസി ക്ഷേമനിധി നേതാക്കളും ഫോറസ്റ്റ് ഓഫീസർമാരും പരേതന്റെ വീട് സന്ദർശിച്ചു. കേരള ടൈംസ് മീഡിയ. നമ്മുടെ സംസാരം ഇരുട്ടല്ലേ, ഇതുപോലുള്ള കാടല്ലോ, ചോലക്കാട് കൊമ്പനാനി. മഞ്ഞടക്കം നമ്മുടെ ഒരു മുറ്റങ്ങളിൽ വന്ന് കയറി പോകുന്നു. ഇതിന് ഒരു പരിഹാരമാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിനോട് നമ്മൾ ആവശ്യപ്പെടുമ്പോൾ അവരുടെ കയ്യിൽ ഫണ്ടില്ല. ഓഫീസർമാരുന്ന തൽക്കാലം നമ്മുടെ കോളേജിൽ നിന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തന്നെ 2-3 മാസമായി ശമ്പളം കിട്ടിയിട്ട് അതൊക്കെ പറഞ്ഞ് അവർ ഒഴിഞ്ഞു മാറിയിരിക്കുന്നു. ഉപജീവനത്തിന് വേണ്ടിയിട്ട് ഇപ്പോൾ കാട്ടിൽ പോയ ഒരാളെയാണ് ഇപ്പോൾ ആന കൊന്നത്. അതേപോലെ കൂട്ടമായി ഞങ്ങൾ ഓരോ കുടുംബക്കാരായിട്ട് ഓരോ ഭാഗങ്ങളിൽ പോയിട്ടാണ് വനവിഭവങ്ങൾ ശേഖരിക്കുന്നത്. ആ ശേഖരിക്കുന്ന വനവിഭവങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകുമ്പോഴാണ് നമ്മൾ ഇത്തിരി നേരം വയ്ക്കും, അല്ലെങ്കിൽ കറക്റ്റ് സമയം നോക്കിയിട്ട് നമുക്ക് ശേഖരിച്ചിട്ട് വരാൻ പറ്റില്ല. അവസ്ഥ അനുസരിച്ച് വിഭവം ചെയ്യുന്നത്. അപ്പോൾ ഈ അടിസ്ഥാനത്തിൽ ഞങ്ങൾക്ക് എന്താ പറയുക, വിഭവം ശേഖരിക്കാൻ പോകാൻ പറ്റാണ്ട് ഈ സീസണുകൾ വേനൽക്കാലമാണല്ലോ, അത് വെച്ചിട്ടാണ് പോകുന്നത്. സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന പോയിക്കൊണ്ടിരുന്ന മുൻകാലങ്ങളിൽ ഇപ്പോൾ ഒറ്റയ്ക്കും രണ്ടാൾ കൂടി പോകാനും പറ്റാത്തൊരവസ്ഥയാണ് വന്യമൃഗത്തിൻ്റെ വിവരം ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് കണ്ടമാനം വനവിഭവങ്ങൾ കാട്ടിൽ തന്നെ നശിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് ശേഖരിക്കാനും പറ്റില്ല. ഞങ്ങൾക്ക് കാട്ടിൽ കയറാനുള്ള പെർമിഷൻ, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. കാരണം കാർഡുണ്ട്, അതേപോലെ തന്നെ എല്ലാ ആദിവാസി എന്ന് തെളിയിക്കുന്ന കാർഡുകളുമുണ്ട്. പക്ഷേ ഇങ്ങനെയുള്ള വന്യമൃഗത്തിൻ്റെ ഒരു ഉപദ്രവമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു 3-4 വർഷം മുമ്പ് ഇവിടെ തന്നെ ഇതേപോലെ തന്നെ ചീനിക്ക് പറക്കാൻ പോയ ഒരു സ്ത്രീയെയും ഒരു പുരുഷനെയും ആന കൊന്നിട്ടുണ്ട്. പിന്നെ ഒരു ആദിവാസിനെ മരട്ടിച്ചാൽ ഒരു ബാബു എന്ന് പറഞ്ഞൊരു ആദിവാസിനെ കൊന്നു. അപ്പോൾ ഇതൊക്കെല്ലാം ഈ കാട്ടിൽ നിരന്തരം ഈ സീസൺ ആകുമ്പോൾ ഉണ്ടാവണം. ഈ സീസണിലാണ് എല്ലാ ഇവരുള്ള ആനയുടെ അറ്റാക്ക് ഉണ്ടാവുന്നത്. ഇത്തരം കാര്യങ്ങൾ ഇതിൻ്റെ പരിഹാരം സർക്കാർ തലത്തിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഇപ്പോൾ ഞങ്ങളുടെ അതിർത്തി തലങ്ങളിൽ ഫെൻസിങ് എടുത്തു. 2 കിലോമീറ്റർ പറഞ്ഞിട്ട് 1 കിലോമീറ്ററും 2 മീറ്ററാണ് എടുത്തിരിക്കുന്നത്. ബാറ്ററി ചാർജ് ഇല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ഫെൻസിങ് കൃത്യമായിട്ട് ചാർജില്ല. അതുകൊണ്ട് വന്യമൃഗങ്ങൾ വന്നുകൊണ്ടിരിക്കും.